എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിനെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമികയുടെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കുകയാണ് നന്ദു. അപ്പത്തേനും അനാമിച്ചു നീ എന്നെ തല്ലിയല്ലെന്ന് ചോദിക്കുകയാണ്. തല്ലുക മാത്രമാണ് നിന്നെ കൊല്ലുകയും ചെയ്തെന്ന് പറഞ്ഞിട്ട് വീണ്ടും അപ്പുറത്തേക്ക് അവിടുത്തെ രണ്ടെണ്ണം കൊടുക്കുകയാണ്. പിന്നീട് അവളെ പിടിച്ചങ്ങ് തള്ളി വിടുവാണ്. അവളങ്ങ് നിലത്തേക്ക് വീഴുവാണ്. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും ജാനകിയും ജലജയും കൂടെ ഓടി വന്ന് അവളെ അങ്ങോട്ട് അനാമികയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയം അനാമിക ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ എന്നെ തല്ലിയല്ലേ, ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കില്ല നിന്റെ അവസ്ഥയെന്ന് പറയണം. നായനെ പെട്ടെന്ന് നന്ദുവിന്റെ കയ്യിലേക്ക് വിളിച്ചു പറഞ്ഞു, നന്ദു എന്താ നീ കാണിക്കണേ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവെന്ന് ചോദിക്കുക. പിന്നെ എന്റെ ചേച്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതല്ല ഇതിലപ്പുറം ഞാൻ ചെയ്യുന്നിരിക്കും. ഇത്ര സമയം നീ പറഞ്ഞൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിന്നു, പക്ഷെങ്കിൽ എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചാ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഞാൻ ഇവിടെ നിൽക്കണം അല്ലേ, ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കണം അല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടാൻ ജാനകി അനിയോട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ, മര്യാദയ്ക്ക് വാടാ ഇങ്ങോട്ടോ, ഒരു നിമിഷം പോലും ഇവിടെ നിന്നെ കണ്ടുപോയേക്കരുത്. എന്നിട്ട് നീ തടയാൻ നോക്കിയടാ, നിന്റെ ഭാര്യയെ തല്ലുന്ന കേട്ട നീ വെറുതെ ഇങ്ങനെ നോക്കൂത്തിയപ്പോലെ നിൽക്കുവല്ലേ ചെയ്തേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, അവൾ പോയി വാങ്ങിച്ചു കൂട്ടിയതല്ലേ, അവൾക്ക് ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നോ, നായനടുത്ത് പിടിച്ച് തള്ളാനായിട്ട് അവളോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ ഇപ്പൊ നീയും അവളുടെ പക്ഷത്തല്ലേ. അതെ, ഞാൻ നായനേച്ചിയുടെ കൂടെ നിൽക്കത്തുള്ളെന്ന് പറയാം. ഇതിൽ പരാ അപമാനം ഈ പറയുന്ന ജലജയ്ക്കും ജാനയ്ക്കും അനാമിക്കും ഒന്നും കിട്ടാനില്ലായിരുന്നു. അനാമി പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചാരാടി എന്നൊക്കെ പറയണം. നീ എന്ത് കാണിക്കാനാ, ഇവിടെ നിന്ന് കുരച്ചിട്ടാണെങ്കിൽ ഇനി നീ മേടിച്ച് കെട്ടിക്കൊണ്ട പോളെന്ന് പറയാം. ജാനകി പറഞ്ഞു, ഓ അപ്പൊ നീ രണ്ടും കൽപ്പിച്ചല്ലേ, എന്റെ മോനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വശത്താക്കിയിട്ട് അങ്ങോട്ടേക്ക് കയറാനായിരിക്കും ചേച്ചിയുടെ അനിയത്തിയുടെ ഉദ്ദേശം. അതൊരിക്കലും നടക്കില്ലടി. അങ്ങനെ എന്തേലും നടക്കണമെങ്കിൽ എന്നെ ആദ്യം കൊന്നിട്ട് വെള്ള പുതപ്പിച്ച് നീയൊക്കെ കിടത്തണം, എന്നാൽ മാത്രമേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറയണം. ഇത് കേട്ടതും അനി പറഞ്ഞു, അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന് ചോദിക്കുക. അമ്മ എന്ത് മിണ്ടായിരിക്കുന്നുണ്ടെന്ന് നിൽക്കോ. ഓ നിനക്കങ്ങോട്ട് സൂചിച്ചില്ലല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു നിമിഷം പോലും ഇവിടെ ആരെയും കണ്ടേക്കില്ല, എല്ലാവരും ഇറങ്ങിക്കോണം ഈ നിമിഷം എന്ന് പറയണം. പിന്നീട് അനാമിയോട് പറഞ്ഞു, മേലാൽ ഈ പഠിക്കാത്ത കാല് കുത്തിയേക്കളെന്ന് പറയാ. ജലജ പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇതേ ആദർശം എടുത്തു കൊടുത്ത വീടാന്ന് പറയണം, അല്ലാതെ നിന്റെ ഇതൊന്നും എടുത്ത വീടല്ലല്ലോ. നന്ദി ചോദിച്ചു, അതെയോ, ആദർശാന്റെ അടുത്ത വീടാണെങ്കിലേ ഇവിടെ താമസിക്കും ഞങ്ങൾ താമസിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ വീടാ, ആരൊക്കെ നിൽക്കണം പോണെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ, പറഞ്ഞ കേട്ടല്ലോ എന്ന് പറയണം. പെട്ടെന്ന് ജലജ പറഞ്ഞു, ബാ മോളെ ഇങ്ങോട്ട് നമുക്ക് പോയേക്കാം, ഇവൾക്ക് ഭ്രാന്ത് കയറി ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചിട്ട് പോകാൻ നേരത്ത് ജാനകി അനിയോട് പറഞ്ഞു, ദേ ഞങ്ങൾ പോന്ന് പറയാ തന്നെ ഇറങ്ങിക്കോണം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അനിയോട് തന്നെ പറഞ്ഞു, ദേ നീ ഒന്ന് ചെല്ലാവോ അനി, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറയണം. പിന്നീട് അനിയും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നയനെ നന്ദുവിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്തിനാ നന്ദു, നീ എന്തിനാ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, വെറുതെ എന്തിനാ, പിന്നെ ഞാൻ ചേച്ചിനെ തല്ലുന്നിട്ട് വെറുതെ ഇരിക്കണമെന്നാണ് ചേച്ചി പറയണേ, പലതും പറ്റി ചേച്ചി. കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേദന ഉണ്ടായിരുന്നു, നല്ല വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു, മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങിയല്ലോ, ഇനി കുഴപ്പമില്ലാന്ന് പറയാ. എന്നാലും ചേച്ചിയുടെ ആ വീഴ്ച എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. പിന്നെ നന്ദു പതുക്കെ നയനെ കൊണ്ട് മുറിയിലേക്ക് പോവാണ്. ആ സമയം അനാമികയെ ജലജാനി എല്ലാരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അനാമികയുടെ അടുത്ത് ദേവേനെ ഇരുന്നിട്ട് പറഞ്ഞു, മോളെ വിഷമിക്കണ്ടെന്ന് പറയണം. ഞാൻ ആ വഴി തന്നെ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയാലെന്ന് കരുതിയതാ. ദേ ഈ അമ്മയും അപ്പച്ചിയൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് എന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ കാണാൻ തോന്നുക, ഇങ്ങനൊരു അവസരത്തിൽ എനിക്ക് അവരടുത്ത് വേണമെന്നൊക്കെ തോന്നുക. പോട്ടെ മോളെ, പറഞ്ഞല്ലോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണം. അപ്പോഴേക്കും അനിയെ അങ്ങോട്ട് വന്നു. അനിയോട് ദേവേനെ പറഞ്ഞു, ദേ അനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നിന്റെ ഭാര്യനെ സ്നേഹിക്കാണ്ട് പഠിക്കണം. നീ എന്ത് പരിപാടിയാടെ കാണിച്ചേ, നീ എന്തിനാ എപ്പോഴും എപ്പോഴും അങ്ങോട്ട് പോണേ, നിനക്ക് അതിന്റെ കാര്യമുണ്ടോ, അവിടെ നിന്റെ ആരായിരിക്കണെന്ന് ചോദിക്കുക. അനി പറഞ്ഞു, വല്യമ്മേ ഞാൻ നയനടുത്തെ കാണാനായിട്ട് പോയതാ, അല്ലാതെ മറ്റൊന്നിനും വേണ്ടി പോയതല്ലെന്ന് പറയണം. ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു, നീ എന്തിനാ അവളെ കാണാൻ എപ്പോഴും പോണേ, അതിന്റെ കാര്യമില്ലല്ലോ. ദേ നിന്റെ ജീവിതമാണത്, നീയാണ് ജീവിക്കണ്ടേ, അനാമികയാണ് നിന്റെ ഭാര്യ, ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് പറയാം. അത് ഞാൻ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല വല്യമ്മേ, ദേ ഇവളും കൂടെ ചിന്തിക്കണ്ടേ, ഇവളോടൊപ്പം ജീവിക്കണമെങ്കിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയാം. ജാനകി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനി, ഇനി ഇങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അനാമിക പറഞ്ഞു, കണ്ടോ അവൻ ഇപ്പോഴും ഒരു കുലുക്കമില്ല, അവൾ എന്നെ അത്രമാത്രം തല്ലിയിട്ടും അവളോട് വേണ്ട എന്ന് തീർത്തൊരു വാക്ക് ഇവൻ പറഞ്ഞു എന്ന് ചോദിക്കാം. ഇത് കേട്ടതും അനി പറഞ്ഞു, ഞാൻ എന്തിനു പറയണം, നായനടുത്തിന് അപ്പോഴത്തെ അവസ്ഥ അറിയാവുന്നതല്ലേ. ഇത് കേട്ടപ്പം ദേവേനി പെട്ടെന്ന് ചവക്കെന്താ അവസ്ഥ ഇരിക്കുന്നേ. അത് പിന്നെ നയനടുത്തേക്ക് ഇങ്ങനെയുള്ള ആയുർവേദം മരുന്ന് കേട്ടാ ഞാൻ പോയത്, നയനടുത്തേക്ക് ഇത്ര ബ്ലഡ് കുറവുണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ട്. ഓഹോ, അപ്പൊ അതുകൊണ്ട് നീ കൊണ്ട കൊടുക്കണായിരിക്കും അല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ദേവേനെ പറഞ്ഞു, അല്ല നീ എന്തിനാ നീ
അവളെ ഇങ്ങനെ പൊഴുത്തിക്കൂടെ നടക്കണേ. അതിന് മാത്രം അവൾ എന്ത് വീരസാഹസമാണ് ചെയ്തേ. ഇനിയിപ്പോൾ അവളുടെ ബ്ലഡ് കുറഞ്ഞു പോകാനായിട്ട് അവളല്ലല്ലോ എനിക്ക് ബ്ലഡ് തന്നേ. പിന്നെ അവൾക്ക് ഈ വയ്യായിക എന്താ? അവളാണോ എനിക്ക് കരള് തന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടത് അനി പറഞ്ഞു, ചേച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ ചേച്ചി കരളല്ല, വേണേ ചങ്കൂടെ പറിച്ചു തരുന്ന സ്വഭാവമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, അങ്ങ് ചെന്ന് കയറി കൊടുത്താലും മതി, ഇപ്പൊ തരൂന്ന് പറയണം. ശൈലജ പറഞ്ഞു, അവള് നല്ല കഥയായിപ്പോയി, വേറെന്തേലും പറ അനി, ഇത്രയും വലിയൊരു തമാശ ഞാൻ കേട്ടിട്ടേ ഇല്ലെന്ന് പറയണം. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അനി പറഞ്ഞു, വല്യമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നയനേടത്തിയുടെ അവസ്ഥ, അല്ലെങ്കിൽ നയനേടത്തി എത്ര നല്ലവളാന്ന് നയനേടത്തിന് മഹത്വം മനസ്സിലാക്കുന്ന ഒരു ദിവസം വല്യമ്മയ്ക്ക് വരും. അന്ന് വല്യമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്ന് പറയണം. അല്ലാതെ ഒരിക്കലും ഇവര് പറയുന്നത് കേട്ടിട്ട് വല്യമ്മ ആ കൂടെ ന്യായീകരിച്ച് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അനി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാ. ദേവേനെ അനാമയോട് പറഞ്ഞു, പോട്ടെ മോളെ, സാരമില്ല, അവനെ നേരെ ആക്കി എടുക്കണമെന്ന് പറയണം. എങ്ങനെ നേരെ ആക്കി എടുക്കാനാ? അവള് പറഞ്ഞ എന്താണെന്നറിയോ, നിനക്ക് നിന്റെ ഭർത്താവിനെ നേരെയാക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടെ വന്ന് കിടന്ന് വെല്ലുവിളിച്ചിട്ട് കാര്യമില്ലാന്ന്. പക്ഷേങ്കില് അത് അനിയല്ലേ നോക്കേണ്ട ആള്, അനി വേണ്ട തീരുമാനിക്കാനായിട്ട്. അവനാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. എത്ര നാളെന്ന് വെച്ചാൽ ഞാനിവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ, സഹിക്കാവുന്നതിനും മാക്സിമം സഹിച്ചാൽ ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് കരുതി ഇരുന്നിട്ട് അനി ഈ ആണ്ട് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. അനിക്കൊപ്പം കൂട്ടു നിൽക്കാനായിട്ട് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശി അവരെല്ലാരും ഉണ്ടല്ലോ, അത് അവന്റെ ബലം എന്ന് പറയണം. ജാനകി പറഞ്ഞു, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട, മോള് ധൈര്യമായിട്ട് ഇരിക്കുക, ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഈ ജാനകി നോക്കിക്കോളാന്ന് പറയാം. എന്നാലും വേദന സഹിക്കാൻ പറ്റുന്നില്ല വല്യമ്മയെന്ന് പറയാം. ഇത് കേട്ടൻ ജലജ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഇവൾക്ക് 2 തല്ലിന്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ ആഗ്രഹിച്ച കാര്യം അതങ്ങോട്ട് കിട്ടി, നന്നായിട്ട് തന്നെ കിട്ടി. കാരണം എടുത്തിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാൽ തന്നെയാണ് അടി കൊടുത്തത്. ഈ സമയം അനി മുകളിലത്തെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് ആദർശനെ വിളിക്കുവാണ്. ആദർശനെ വിളിച്ചിട്ട് പറഞ്ഞു, ആദർശേട്ടാ, ആദർശേട്ടൻ നയനടുത്തേ കാണാൻ പോണെന്ന് പറയണം. എന്താടാ, എന്ത് പറ്റി, എന്താ കാര്യം? എത്രയും പെട്ടെന്ന് തന്നെ പോണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാം. എടാ എന്തേലും പ്രശ്നമുണ്ടോ? ആദർശൻ വല്ലാത്ത ടെൻഷനായിപ്പോയി. ആദർശന് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാമെന്ന് പറയാണ്. ആദർശൻ ആകപ്പാട് ടെൻഷൻ അടിച്ച് ആദർശൻ നേരെ നയനയുടെ അടുത്തേക്ക് പോവാ. അനി ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അനാമിക അങ്ങോട്ട് കയറി വരുന്നത്. ഓഹോ, അപ്പൊ ഇപ്പൊ തന്നെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിരിക്കും അങ്ങ് ചെല്ലാനായിട്ട്. എടാ അതിന് മാത്രം എന്താണ് അവൾക്കുള്ളത്? അവൾക്ക് എന്താ, അവളാണ് കരള് കൊടുത്തതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, കരളല്ല ചങ്ക് വേണേലും എന്റെ ചേച്ചി എന്റെ ഇടത്തി പറിച്ചു കൊടുക്കും, പക്ഷെ അത് നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയണം. പിന്നെ അവള് കൊടുക്കും, നല്ല കൊടുപ്പ് കൊടുക്കും. എടാ നീയൊക്കെ മണ്ടന്മാരായി പോയല്ലോ എന്ന് പറയണം. ഇതേ അനാമിക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ വെച്ച് ഞാൻ സഹിച്ചു എന്റെ ഇടത്തിനെ പിടിച്ച് തള്ളിയത്, പക്ഷെ ഇനി ഞാനാ സഹിച്ചെന്ന് വരത്തില്ലെന്ന് പറയാം. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് ജാനകി വന്ന്, എന്താടാ വീണ്ടും നീ മോളെ വിഷമിപ്പിക്കണമെന്ന് ചോദിക്കും. വിഷമിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെയല്ലേ ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇനി ഇവളെ വിഷമിപ്പിച്ചെന്നിരിക്കും. ഇപ്പം നന്ദു അല്ലേ ഇവളുടെ കർണത്ത് പാട് പതിപ്പിച്ചിട്ടുള്ളൂ, പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല, ഇനി ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നു പറയാൻ. ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണെന്ന് ജാനകി ചോദിക്കുക. ഇത് അഹങ്കാരം അല്ലമ്മേ, ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവന് താക്കീത് കൊടുത്താന്ന് പറയാം. അനാമിക പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, അനി അവള് മയക്കെടുത്ത തന്നെയാന്ന് പറയണം. ദേ അനാമികെ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോകുന്ന എന്റെ ഏടത്തിനെ കാണാനെന്ന് ഞാൻ പറഞ്ഞു. ഇനി കൂടുതലൊന്നും പറയണ്ട, എന്റെ ഏടത്തിന്റെ 7 അയലക്കത്ത് നിൽക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല എന്ന് പറയാം. ഓ, അവൾക്ക് ഇപ്പൊ എന്ത് യോഗ്യതയായിരിക്കും പോലും ഉള്ളേ? അതെ, അമ്മയ്ക്ക് മനസ്സിലാവുന്ന സമയം വരുന്നുള്ളൂ. പിന്നെ ഇവളെ പോലുള്ള ഒരുത്തി, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അല്ല, 3 പേരും കൂടെ അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മുമ്പേ ഞാൻ താക്കീത് കൊടുത്ത അനാമിക, നിനക്ക് വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഞാൻ തലയിടില്ലെന്ന്. അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിന്റെ അവസ്ഥ. പിന്നെ നീ നിന്റെ വീട്ടിലെ സംസ്കാരമല്ലേ കാണിക്കത്തുള്ളൂ. നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത് ഇങ്ങനെയാണെന്ന് ചോദിക്കുക. ഇത് കേട്ടോ അനാമിക കൊണ്ട് കൊണ്ടു. അനാമിക ഇതേ എന്റെ അച്ഛനും അമ്മേനും പറയരുത് കേട്ടോ, പറയേണ്ട കാര്യത്തിന് പറയുക തന്നെ ചെയ്യും. പക്ഷെ നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് നയനടുത്തുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഞാൻ ഇനിയും നയനടുത്തെ കാണാൻ പോകും. ജാനകി, ഓഹോ അങ്ങനെയാണോ, അന്ന് ഒന്ന് കാണണമല്ലോ, നീ ഒന്ന് പോയി കാണിക്കാന്ന് പറയണ. അനാമിക നിന്റെ ഭാര്യ, മര്യാദയ്ക്ക് ഇവിടെ നോക്കി ഇവിടെ ഇരുന്നോണം, അല്ലാതെ നീ ആ കണ്ടവളുടെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, ഇനി ഞാൻ അടങ്ങിയിരിക്കും കരുതണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അനി പറഞ്ഞു, അതെ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, എന്നെ ആരും പഠിപ്പിക്കാൻ വരുമൊന്നും വേണ്ട. ഞാനിപ്പോഴും എന്റെ ആദർശനെ കണ്ടാ വളർന്നിരിക്കുന്നത്, അപ്പൊ ആദർശന്റെ സ്വഭാവം എനിക്കെന്ന് പറയാം. ഇത് കേട്ടോ ജാനകി പറഞ്ഞു, ആദർശന്റെ സ്വഭാവമാണ് പോലും, എന്നിട്ട് നീ കാണിക്കുന്നതൊന്നും അല്ലല്ലോ, അത് ഞാൻ കാണിക്കുന്ന നല്ല രീതിയിൽ തന്നെയാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ അനി പറയുവാണ്. ആ സമയം ആദർശ് വീട്ടിലേക്ക് ചെല്ലുവാണ്. ചെന്നിപ്പോ നയന മുറിയിലുണ്ടായിരുന്നു. ഓടിച്ചോണ്ട് ചോദിച്ചു, എന്താ കാര്യം ചോദിക്കുവാണ്. അത് പിന്നെയെന്ന് പറയണം. അപ്പത്തേനും നന്ദു വന്നു. നന്ദു എന്താ കാര്യം, എന്താ നയനയ്ക്ക് സംഭവിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണം, വയ്യായികയുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് പറ എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം
നയന പറഞ്ഞു, ഒന്നുമില്ല ആദർശേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അല്ല എന്തോ സംഭവിച്ചു, അനി എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്താ? അത് പിന്നെ ഞാനൊന്ന് വീണെന്ന് പറയണേ. വീണ എന്ത് കാണിച്ച്? പിന്നീട് നന്ദുവാണ് കാര്യങ്ങളൊക്കെ പറയുന്നേ. നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആദർശേട്ടാ, മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന, ആയുർവേദ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ സമയത്താണ് മറ്റൊരു ജാനകിയും ജലജയും അനാമിയും ഒക്കെ വന്നേ. പിന്നീട് അവർ വന്ന് ഓരോ അനാവശ്യങ്ങൾ പറഞ്ഞതും പിടുന്നായനെ പിടിച്ച് തള്ളിയ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് ഇനിയിപ്പോൾ ആദർശന് ദേഷ്യം വന്നു. ആദർശം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദു പറഞ്ഞു, ആദർശേട്ടാ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് കരുതിയതല്ല, പക്ഷെ എൻ്റെ ചേച്ചിനെ പിടിച്ച് തള്ളിക്കഴിഞ്ഞപ്പം എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. അതുകൊണ്ടാണ് ഞാൻ അവളെ പിടിച്ച് തള്ളി അവളുടെ കർമ്മത്തടിച്ചെന്ന് പറയണം. ഒട്ടും കുറവായിട്ടില്ല, ഇച്ചിരി കൂടുതൽ കൊടുക്കണ്ടായിരുന്നു. നന്നായിട്ട് നീ കൊടുത്തില്ലേന്ന് ചോദിക്കാം. ഇല്ലായിരുന്നെങ്കിൽ ഞാനായിരുന്നു കൊടുക്കണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇവിടെ ഞാൻ വേണമായിരുന്നു, അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു പറയണം അവളെ. ഈ സമയം നായൻ പറഞ്ഞു, വേണ്ട ആദർശേട്ടാ, എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നീട് നന്ദു പറഞ്ഞു, ചേച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയാം. അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങിയതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചി നടുപിടിച്ച ആദർശേട്ട വീണെന്ന് പറയാം. ഇതേ നന്ദു, നീ ഉണ്ട് മിണ്ടായിരിക്കുന്നുണ്ടോ? നാട് പിടിച്ചൊന്നും അല്ല വീണ, അത് പിന്നെ ഞാൻ കൈ കുത്തിയ വീണേന്ന് പറയാം. പക്ഷേങ്കില് ആദർശന് മനസ്സിലായി എന്താ സംഭവിച്ചെന്നുള്ളത്. ആദർശ് പറഞ്ഞു, ദേ നയനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഒന്നും ഒളിച്ചു വെക്കാണ്ട് ശ്രമിക്കണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വേണ്ട ആദർശേട്ടാ, വീട്ടിൽ പോയി വഴക്കുണ്ടാക്കലെന്ന് പറയണം. അതെ, അവൾക്ക് അറിയത്തില്ല ഞാൻ ആരെന്ന്. ഇത്രയും കാലം ഞാനൊന്നും പറയാനോ ഒന്നും ഇതിനും പോയിട്ടില്ല. പക്ഷെ ഇനി ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കും തോന്നില്ല. എന്റെ ഭാര്യനെ പിടിച്ച് തള്ളിയ അതൊക്കെ കണ്ടും കേട്ട് ഞാൻ അടങ്ങിയിരിക്കണമെന്നാണ് നീ പറയണേ. അത് ഈ അവസ്ഥയില്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വേദനയും വിഷമവും വരത്തില്ലായിരുന്നു. അവൾക്ക് ഇതൊന്നും അറിയത്തില്ലാത്തോണ്ടാ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആദർശ് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നയന നന്ദുവിനോട് പറഞ്ഞു, എന്തിനാ നന്ദു നീ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോയത്? ഞാൻ പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിലോ അനി പറഞ്ഞായിരുന്നല്ലോ. പിന്നെന്താ നനിച്ച് കുഴപ്പമെന്താ? അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവൾക്കിട്ട് നല്ലത് തന്നെ കിട്ടണമെന്ന് പറയണം. പിന്നീട് ജാനകിയും ജലജയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനകിയോട് ജലജ പറഞ്ഞു, എന്നാലും ഇത് ഇത്ര കടന്ന കൈയായി പോയിട്ടോ അനി ചെയ്തത്. എന്നിട്ട് കണ്ടില്ല ഇപ്പോഴും ഇവളുടെ മുഖത്ത് പാടല്ലേ ഉള്ളത്. അവന് വല്ല കുലുക്കം ഉണ്ടോ നോക്കി. അത് ശരിയാ, അവനൊരു കുലുക്കവും ഇല്ല. അവന്റെ കുലുക്കം ഞാൻ മാറ്റുന്നുണ്ട്, അവനെ ശരിക്കും ഒന്ന് കുലുക്കുന്നുണ്ട് എന്നൊക്കെ ജാനകി പറയാം. മോളിനി വിഷമിക്കണ്ട കേട്ടോ, ഇനി അനി ഒരിടത്തേക്ക് പോകാനായിട്ടൊന്നും പോകുന്നില്ല. ഈ അമ്മയല്ലേ പറയണേ. അമ്മ പറഞ്ഞ മോൾക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കും. അത് പിന്നെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അനാമയ്ക്ക് നീക്കപ്പെട്ട ആദർശിന്റെ വരവ്. ആ വരവ് കണ്ടപ്പോ തന്നെ ജലജ പറഞ്ഞു, എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാന്ന് തോന്നിയെന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ട് വന്ന ഉടനെ അനാമയോട് ആദർശ് ചോദിച്ചു, നിനക്ക് ആരുടെ അധികാരം തന്നെ എന്റെ ഭാര്യനെ പിടിച്ച് തള്ളാനെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഒരു നിമിഷം ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനാമികയാണെങ്കിൽ ഇങ്ങനെ എന്തോ പോലെ നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ പ്രതീക്ഷിച്ചല്ലോ ആദർശ് വന്ന് ചോദ്യം ചെയ്യുമെന്നൊക്കെ. പെട്ടെന്ന് അനാമിക പറഞ്ഞു, ഓഹോ, അപ്പൊ അവള് ചെയ്തൊന്നും അറിയത്തില്ലല്ലേ, അവൾ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ? ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, അനിയോട് ആരാ അങ്ങോട്ട് പോകാൻ പറഞ്ഞേ? അനി പോയതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതെ, അവൻ ഇനിയും പോയെന്നിരിക്കും. അവൻ പോകുന്ന അവന്റെ ഏട്ടത്തിനെ കാണാനായിട്ടാ, അല്ലാതെ മറ്റൊന്നിനും വേണ്ടി പോകുന്നല്ലെന്ന് പറയണം. പിന്നെ ഏട്ടത്തിനെ കാണാൻ പോകുന്നു പോലും നാണമില്ലേ അവൻ എപ്പോഴും ഇങ്ങോട്ട് പോകാനായിട്ട്? ഏട്ടത്തിന്റെ പേരും പറഞ്ഞോണ്ട് അതിനെ മാത്രം അവൾക്ക് എന്താ അവിടെ ഇരിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പച്ചി, ഇനി കൂടുതലൊന്നും പറഞ്ഞാണ്ടല്ലോ അപ്പച്ചിയാന്ന് ഞാൻ നോക്കത്തില്ല. ക്ഷമയുടെ നിയന്ത്രണം വിട്ടാ ഞാൻ നിൽക്കണേന്ന് പറയാം. ഇത്രയും ഞാൻ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി. പക്ഷെ ഇനി എന്നിൽ നിന്ന് അതുണ്ടാവുന്ന നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ടെന്ന് പറയാം. അനാമികയോട് പറഞ്ഞു, മേലാല് ഇനി ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തല്ലുവല്ല, നിന്നെ ഞാൻ കൊല്ലൂന്ന് പറയണം. ഇത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്ന് അനാമയ്ക്ക്. അനാമനെ കൊല്ലുവോ? അന്ന് നിങ്ങൾ എന്നെ കൊല്ലോ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പോരുകോഴി വരുന്ന പോലെ ആദർശിന്റെ അടുത്തേക്ക് വരുവാണ്. ആദർശ് പറഞ്ഞു, ദേ അനാമയെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെട്ടെന്ന് ജാനകി അനാമയുടെ കയ്യിലേക്ക് പിടിക്കണം. മോളെ വേണ്ടാന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇങ്ങനെ തല്ലുവേണം തല്ലട്ടെ എന്ന് പറയണം. അപ്പോഴേക്കാണ് അങ്ങോട്ട് വസുന്ധര മുത്തശ്ശിയും ദേവേനയും കൂടെ വരുന്നത്. ദേവന്റെ കയ്യിലൊക്കെ പിടിച്ചോണ്ട് വസുന്ധര മുത്തശ്ശി അങ്ങോട്ട് നോക്കി വരുവാണ്. എന്താ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും മുത്തശ്ശനും കൂടെ അങ്ങോട്ട് വരുവാണ്. ഈ സമയം മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം? ഇവിടെ എന്താ ഒരു ഒച്ചപ്പാടും വേളമൊക്കെ? പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് ആദർശ് പറഞ്ഞു, അപ്പം മുത്തശ്ശൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കും. ഇല്ല, എന്താ സംഭവം എന്ന് ചോദിക്കുക. സംഭവം എന്താന്നോ, ഇവള് ആ നയനയുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. ഇവള് മാത്രമല്ല, ജാനകിളയമ്മയും അപ്പച്ചയൊക്കെ പോയിരിക്കുന്നു. പിന്നീട് അവിടെ അനി ചെന്ന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അനി അവിടെ ചെന്നെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമല്ല മുത്തശ്ശ ചെയ്തേ, ഈ അനാബി ഉണ്ടല്ലോ നയനെ പിടിച്ച് തള്ളിന്ന് പറയാണ്. ഇത് കേട്ടതും മുത്തശ്ശനും ഒന്ന് ഞെട്ടി. എന്റെ ഭഗവാനെ എന്തൊക്കെയാ കേൾക്കണേ. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, പിടിച്ച് തള്ളിന്നോ? അതെ, എന്നിട്ട് മോൾക്ക് എന്തെങ്കിലും പറ്റിയോടാ മോനെ? ഒന്നും പറ്റിയിട്ടില്ല, കുഴപ്പമില്ലാന്ന് തോന്നുന്നു പറയണം. ഇത് കേട്ടതും മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. മുത്തശ്ശി പറഞ്ഞു, എന്താ പരിപാടി അനാമിക നീ കാണിച്ചേ? നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമെന്ന് ചോദിക്കാം. അത് പിന്നെ മുത്തശ്ശി അവിടെ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് എങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞോണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് വന്നു. നീ എന്താ അനാമിയെ വിചാരിച്ചിരിക്കുന്നു ചോദിക്കുവാണ്. ദേ ഇപ്പൊ ആ നന്ദു നിന്റെ കർണത്ത് അടിക്കുവല്ലേ ചെയ്തേ, പക്ഷെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ നിന്നെ അടിക്കുവല്ല നിന്നെ കൊല്ലുക ചെയ്യുന്നെന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ മാത്രമല്ല വേറെ മൂന്നാളുമാരും രണ്ടാളുമാരും കൂടെ കൂടെ വന്നില്ലേ, എല്ലാരും കൂടെയാ പറയണേ. ഇനി ഒറ്റ ഇങ്ങനത്തെ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനാമികയുടെ കർണത്ത് വീണ കയ്യ് ഇനി നിങ്ങളുടെ ദേഹത്ത് വീഴും, ഇല്ലെങ്കിൽ എന്റെ കൈ ആയിരിക്കും നിങ്ങളുടെ ദേഹത്ത് വീഴാനായിട്ട് പോകുന്നത്, അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കലെന്ന് പറയണം. പെട്ടെന്ന് അനാമിക പറഞ്ഞു, മുത്തശ്ശ തല്ലി കിട്ടിയത് എനിക്കല്ലേ, തല്ലി കിട്ടിയത് നിനക്കാണെങ്കിലും നിനക്ക് അതിനുള്ള അർഹതയുണ്ടായിരുന്നു, നീ അത് പോയി ചോദിച്ചു വാങ്ങിച്ചതാ, അല്ലാതെ നിന്റെ വീട്ടിലേക്ക് വന്ന് തല്ലുവല്ലല്ലോ ചെയ്തേ, നീ പോയി ചോദിച്ചു വാങ്ങിച്ചല്ലേ. മേലാല് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കില്ല ഇവിടുത്തെ അവസ്ഥ, മനസ്സിലായാലോ. എന്നെയൊന്നും നിനക്ക് ശരിക്കും അറിയത്തില്ല, ഞാൻ ആരാന്ന് നിനക്ക് അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് മൂർത്തി മുത്തച്ഛൻ അവിടെ ആര് ഡയലോഗ് അടിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ബാക്കി എല്ലാവരും നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.